വികസന പ്രവർത്തനങ്ങൾക്ക് സംഭാവനകൾ സ്വീകരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി സർക്കാർ. തീരുമാനം 6ാം ധനകാര്യ കമ്മീഷൻ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ സംഭാവന നൽകാൻ സന്നദ്ധരായ വ്യക്തികളുള്ള നാടാണ് കേരളമെന്നും പരമാവധി സംഭാവന സ്വീകരിക്കാനാണ് സർക്കുലറിലെ നിർദ്ദേശം. പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും സെക്രട്ടറിമാർക്കുമാണ് തദ്ദേശ വകുപ്പ് സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി പൊതുജനങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും പരമാവധി സംഭാവന സ്വീകരിക്കണമെന്ന നിർദ്ദേശമാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഭൂമിയും പണവും ഉൾപ്പെടെ പരമാവധി സംഭാവനയായി വാങ്ങാം. സ്പോൺസർഷിപ്പ് പ്രോത്സാഹിപ്പിക്കണം. കിട്ടിയ സംഭാവന ഓരോ വർഷവും വിലയിരുത്തുമെന്നും സംഭാവനകൾ സ്വീകരിക്കുന്നതിന് സ്ഥാപനങ്ങൾ വിപുലമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഒരു പ്രത്യേക ആവശ്യത്തിന് സമാഹരിച്ച സംഭാവന അതേ ആവശ്യത്തിന് മാത്രമാണ് വിനിയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. പരാതികൾ ഒഴിവാക്കാൻ കൃത്യമായി രസീത് നൽകണം. സംഭാവന നൽകാൻ സന്നദ്ധരായ വ്യക്തികളുള്ള നാടാണ് കേരളമെന്നും ഇന്ന് കാണുന്ന പല സാമൂഹിക ആസ്തികളും കെട്ടിപ്പടുത്തത് പൊതുജനങ്ങളുടെ കൂടി സംഭാവന കൊണ്ടാണെന്നും കൂടി പറയുന്നു സർക്കുലറിൽ. കൂടാതെ മികച്ച തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡങ്ങളിൽ സംഭാവനകളുടെ സമാഹരണവും ഉപയോഗവും ഒരു സൂചകമായി പരിഗണിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.